ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ദക്ഷ ആൻഡ് ഫാമിലി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മകൾ ദക്ഷ, ഇത് വിശാഖേട്ടൻ. അപ്പം ഞങ്ങളുടെ ദക്ഷയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. ദക്ഷ ഞങ്ങൾ അച്ചു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊരു ആഗ്രഹം പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. പറ, നമ്മൾ എവിടെ പോവാ? പാർക്കിൽ പോവാ. ഏത് പാർക്കിലാ പോന്നേ? ആക്കുളം പാർക്കിലാണ്. അങ്ങനെ ഞങ്ങൾ ആക്കുളം പാർക്കിലെത്തി. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ആക്കുളം പാർക്കിലേക്ക് കയറി. അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. വിശാഖേട്ടൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് നമ്മുടെ ട്രെയിനാണ്. ട്രെയിനിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അച്ചു ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്രെയിനിൽ കയറാനൊക്കെ ഉണ്ട്. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം ട്രെയിൻ വരുമ്പോഴേ നമുക്ക് കയറാനൊക്കത്തുള്ളൂ. അവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അച്ചു ഓരോരോ റൈഡ്സിലായിട്ട് കയറാനിങ്ങനെ തുടങ്ങി. ആകെ ഓടിച്ചാടിയുള്ള ബഹളമാണ് ഓരോ റൈഡ്സിലും കയറാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് അച്ചു ആദ്യം കയറിയ റൈഡ്. ഇതാണ്. അതിനുശേഷം രണ്ടാമത്തെ റൈഡിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ ഉണ്ട്. അച്ചുവിന് ആദ്യം ഒരു പേടിയായിരുന്നു അതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങാനൊക്കെ ഉള്ളത്. അതിങ്ങനെ ഷേക്ക് ആകുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഇറങ്ങുന്നത് കണ്ട് അതിലേക്കൊക്കെ വന്നു കേട്ടോ. വന്ന ആദ്യത്തെ ഒരു പേടിയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പേടിയൊക്കെ മാറിയപ്പം ആൾ ഓക്കെ ആയി, സൂപ്പറായിട്ട് വന്നു. അങ്ങനെ ഓരോ അപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളൊന്ന് പുഷ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ ഓരോ റൈഡിലും മാറി കയറി. പേടിയൊക്കെ മാറിയപ്പോൾ വീണ്ടും ആ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ആളങ്ങ് നടന്ന് സെറ്റാവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുട്ടികൾക്ക് വന്നാൽ ഒരു വൺ ഡേ ഫുള്ള് അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കുറേ റൈഡ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളൊരു ഹാഫ് ഡേ ആണ് അവിടെ നിന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അച്ഛനെ കൊണ്ട് ഇവിടെ വരുന്നത്. പിന്നെ അതിനുശേഷം അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്ന അടുത്തൊരു കുട്ടി ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അതനുസരിച്ച് ഇങ്ങനെ താളമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഡാൻസ് പഠിക്കാൻ പോയതിന് ശേഷം ഇങ്ങനെ ഇവിടെ പാട്ട് കേട്ടാലും അവൾക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളിങ്ങനെ അടുത്തിരിക്കുന്ന കുട്ടിക്കൊക്കെ ടാറ്റ കാണിച്ചു. പിന്നെ ഞങ്ങൾ അടുത്തത് പോയതാണ് കുട്ടവഞ്ചിയിൽ കയറാനൊക്കെ ഉണ്ട്. അത് ശരിക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അച്ചു ഞാനും ഒക്കെ ആകെ ഒരു വണ്ടർ അടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അച്ചുവിനെങ്ങും കയറാൻ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പേടിയുണ്ടെന്ന് വിശാഖേട്ടനോട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ഞങ്ങൾ ആദ്യം അവിടേക്ക് ഒന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇത്രയും ഒരു ഏരിയയിലേ ഉള്ളൂ നമുക്ക് പോകാനുള്ളത്. പിന്നെ അച്ചുവിൻ്റെ ഷൂസൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളങ്ങനെ കുട്ടവഞ്ചിയിൽ കയറാനൊക്കെ കൊണ്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അച്ചു ആകെ ത്രില്ലടിച്ച് പോവാണ് കേട്ടോ. ആദ്യം അച്ചു അതിനകത്തേക്ക് കയറി, പിന്നെ ഞാൻ കയറി, പിന്നെ വിശാഖേട്ടൻ കയറി. അപ്പോൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ അവിടെ നിൽക്കുന്ന ആളും കൂടെ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് ആഴമൊക്കെ ഉള്ളെങ്കിൽ എനിക്കൊരു പേടിയാണ്. എന്നിട്ട് നമുക്ക് ആ തുഴയുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിൽ തന്നു കേട്ടോ. നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും അച്ചുവിൻ്റെ എൻ്റെയൊക്കെ ഒരു ഫീല് നമ്മൾ തുഴയുന്നതുകൊണ്ടാണ് ഈ വഞ്ചി പോകുന്നതെന്നുള്ള ഒരു ഫീലിലാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ആ പുള്ളിക്കാരനാണ് ഫുള്ള് തുഴഞ്ഞുകൊണ്ട് പോയത്. ഞങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ തുഴയുന്ന സാധനം ഇട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ശരിക്കും തുഴയാണെന്നുള്ളൊരു ഇങ്ങനെ ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് രണ്ട് വീട്ടിലും എൻ്റെ വീട്ടിലും വിശാഖിൻ്റെ വീട്ടിലും വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളിത് കാണിച്ചു കൊടുത്തു. ഞങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ചുവിനെ ഞാൻ ആ പിടിക്കുന്ന സാധനം എങ്ങനെയാണ് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല ഞാൻ, പക്ഷേ എൻ്റെ ഒരു ഊഹത്തിലങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ തുഴഞ്ഞ് പോകണം, ഇങ്ങനെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് ഏരിയ ഉള്ളെങ്കിലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അച്ഛനും ഭയങ്കര ത്രില്ലിലായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊട്ടവഞ്ചി കയറുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ആക്കുളത്ത് വരുമ്പോൾ എന്തായാലും കൊട്ടവഞ്ചി കയറണം കേട്ടോ. നിങ്ങൾ വരുന്നവരെല്ലാം കയറണം. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് എയർഫോഴ്സ് മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ കുറേ കാര്യങ്ങളും എയർഫോഴ്സ് റിലേറ്റഡ് കുറേ എക്യുപ്മെൻറ്റ്സും കുറേ ഹിസ്റ്ററി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ വീഡിയോ അലൗഡ് അല്ല. പിന്നെ ബ്രഹ്മോസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ മിൽമയിൽ പോയി 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനാണ്. അപ്പോൾ ഞങ്ങൾ വാനില ഫ്ലേവറും ബ്ലൂബെറിയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി. മേളിലാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് നടക്കുകയാണ്. വിശാഖേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മുകളിലേക്ക് പോവാണ്. അച്ചു ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശാഖേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. ചപ്പലൊക്കെ ഊരി മാറ്റിയിട്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. ശരിക്കും എനിക്കാണ് പേടി കേട്ടോ. എല്ലായിടത്തും കയറാൻ എനിക്ക് ആദ്യം ഒരു പേടിയാണ്. എനിക്ക് ഹൈറ്റ് കുറച്ച് ഫിയറുള്ള കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ശരി, കുട്ടികളും വലിയവരെല്ലാം അതൊരു കയറി പോകുന്നുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ചുവിൻ്റെ പേടിയൊന്നും ഇല്ലാണ്ട് അവൾ പോയി. പിന്നെ എൻ്റെ പേടി കണ്ടപ്പോൾ അവൾ ഒന്ന് പിന്നിലേക്ക് മറിഞ്ഞെങ്കിലും അവൾ വിശാഖേട്ടൻ്റെ കൂടെ കൂളായിട്ട് ഫ്രണ്ടിലോട്ട് പോയി. നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ.
കൂടെ. അപ്പോൾ ആൻറ്റിമാരായാലും കുട്ടികളാണെങ്കിലൊക്കെ വളരെ കൂളായിട്ട് കയറുന്നു, പോകുന്നു, വരുന്നു. പക്ഷേ എനിക്കെന്തോ എനിക്ക് ചെറുപ്പം തൊട്ടേ ഹൈറ്റ് എനിക്ക് കുറച്ച് ഫിയറാണ്. അതുകൊണ്ട് ഞാനൊന്ന് നിന്ന് സ്റ്റക്കായി നിന്നു. അവർ രണ്ടും കൂടെ പോയി കണ്ടു, എടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ പക്ഷേ എന്നെ വീണ്ടും കൊണ്ടുപോയി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് പേടിയാണ്. വിശാഖേട്ടൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആൻറ്റിമാരൊക്കെ കണ്ടു ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ആർക്കും പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടെ പോയി, അങ്ങ് അറ്റം വരെ പോയി, എൻഡിൽ വരെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു. അവിടെ നിൽക്കുമ്പോൾ ശരിക്കും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഫുൾ നമുക്ക് വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയപ്പം അച്ചുവിൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടു, ഒരു ക്ലാസ്മേറ്റിനെ കണ്ടു. ആരാധന എന്നായിരുന്നു പേര്. അപ്പോൾ കുറച്ച് നേരം ആരാധനയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ ആക്കുളത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടാണ് നമ്മൾ പോയത്. ഫുഡ് കഴിക്കാൻ നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ സംസമ്മിലാണ് പൊതുവേ കയറാറ്. അങ്ങനെ ഞങ്ങൾ സംസമ്മിലെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണിയും ഒരു ക്വാർട്ടർ മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ അച്ചൂട്ടിക്ക് സെർവ് ചെയ്ത് കൊടുത്തു. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നോട് ആ വെയിറ്റർ ചേട്ടൻ എന്തോ ചോദിച്ചു, ഞാൻ അതിനെ റിപ്ലൈ കൊടുക്കുകയാണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.